പെരുമ്പാവൂരിൽ ജിഷ വധക്കേസിൽ പിടിയിലായ ആസാം സ്വദേശി മിൻ അമറുൾ മൊഴി മാറ്റി പറഞ്ഞ് പോലീസ് സംഘത്തെ വലയ്ക്കുന്നു. ഇരിങ്ങോൾക്കാവിൽ ആയുധം ഉപേക്ഷിച്ചെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ജിഷയുടെ വീടിനടുത്തുള്ള കനാലിലാണ് ഉപേക്ഷിച്ചതെന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഹിന്ദി കലർന്ന അസമീസ് ഭാഷയാണ് ഇയാൾ സംസാരിക്കുന്നത്. പോലീസ് ദ്വിഭാഷയുടെ സഹായം തേടി. പാലക്കാട് വെച്ച് 3 ദിവസം മുൻപാണ് പ്രതി പിടിയിലായത്. ഇതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആലുവ പോലീസ് ക്ലബിൽ യോഗം ചേർന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? മറ്റ് നടപടികൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. സൗമ്യ, പ്രതിയെ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവന്നിട്ടില്ല. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു പ്രതിയെ കൊണ്ടുവരാതിരിക്കാൻ കാരണം. എന്തായാലും ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ആലുവ പോലീസ് ക്ലബിലുണ്ട്. യോഗം ചേരുകയാണ്. ജിഷയുടെ ഘാതകനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തണം എന്നത് സംബന്ധിച്ച ഒരു സമയം എപ്പോൾ രേഖപ്പെടുത്തണം എന്നത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ, ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ട മുഴുവൻ പേരും തന്നെ ആലുവ പോലീസ് ക്ലബിലുണ്ട്. ഏതാണ്ട് 1.5-2 മണിക്കൂർ നേരമായി അവർ മീറ്റിങ്ങിൽ തന്നെയാണ്. നേരത്തെ ADGP ഇവിടെ എത്തിയപ്പോൾ ADGP പറഞ്ഞത് റിസൾട്ട് പോസിറ്റീവാണ് എന്നാണ്. അതായത് ജിഷയുടെ ഘാതകനാണ് എന്ന കാര്യം, മിൻ അമറുൾ എന്നയാൾ തന്നെയാണ് ജിഷയുടെ ഘാതകൻ എന്ന് സ്ഥിരീകരിച്ചു എന്നാണ് ADGP പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ബാക്കി വിവരങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും ADGP പറയുകയുണ്ടായി. ജിഷയുടെ ഘാതകനിലേക്ക് എത്താൻ വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് എല്ലാ തെളിവുകളും പോലീസ് സമാഹരിച്ച് കഴിഞ്ഞു. മാത്രമല്ല ജിഷയുടെ അമ്മയെ ഈ മിൻ അമറുളിൻ്റെ ഫോട്ടോ കാണിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ജിഷയുമായി ഏതാണ്ട് 1.5 വർഷത്തെ പരിചയമുള്ള സ്ഥിതിക്ക് ജിഷയുടെ അമ്മയ്ക്കും ഈ ഘാതകനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയും ജിഷയുടെ അമ്മയെ കാണിച്ചു. അമ്മയും തിരിച്ചറിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ജിഷയുടെ ഘാതകനെ തിരിച്ചറിയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആലുവ പോലീസ് ക്ലബിൽ എത്തിയിരിക്കുന്നത്. ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ പേരും ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ യോഗം ചേരുകയാണ്. ഇതിനിടെ DGP ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേരും എന്ന സൂചനയും ഉണ്ട്. DGP ഇപ്പോഴുള്ളത് മുംബൈയിലാണ്. എന്നാൽ മുംബൈയിൽ ഇതുവരെ അദ്ദേഹം തിരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ DGP കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ ആയിരിക്കും എത്തുക. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുക. ഏതാണ്ട് വൈകുന്നേരത്തോടെ ജിഷയുടെ ഘാതകനെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സൗമ്യ. ഉമേഷ്, ഇതോടൊപ്പം തന്നെ മറ്റ് സ്ഥിരീകരണങ്ങൾ, പക്ഷേ DNA പരിശോധനാ ഫലം പോസിറ്റീവാണ്, അതൊരു തെളിവാണ്. പക്ഷേ കൂടുതൽ തെളിവുകൾ ഇതിൽ വേണ്ടതുണ്ട്, ആവശ്യമുള്ളതുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലൊന്നും തെളിവുകൾ ശേഖരിച്ചില്ല എന്നൊരു വലിയ സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അന്വേഷണ സംഘത്തെ വലിക്കുന്നുണ്ടാകുമോ ഈ ഒരു ഘട്ടത്തിലും? സൗമ്യ, തെളിവുകൾ പലതും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DNA പരിശോധനാ ഫലം തന്നെയാണ്. DNA പരിശോധനാ ഫലം 3 സാമ്പിളുകളാണ് പോലീസ് ശേഖരിച്ചിരുന്നത്. ജിഷയുടെ വസ്ത്രത്തിൽ പതിഞ്ഞിരുന്ന ഉമിനീരിൽ ഉണ്ടായിരുന്ന DNA, വാതിൽ കൊളുത്തിലുണ്ടായിരുന്ന DNA, ജിഷയുടെ നഖത്തിനിടയിലുണ്ടായിരുന്ന ചർമ്മകോശത്തിൽ നിന്നും ലഭിച്ച DNA. ഈ DNA ഫലങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇത് ഘാതകൻ്റേതാണ് എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. ഇത് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത മിൻ അമറുളിൻ്റെ DNA പരിശോധിക്കുകയുണ്ടായി. 3 ദിവസം മുമ്പാണ് മിൻ അമറുളിനെ കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലവും പരിശോധനയും നടത്തി. ഈ പരിശോധനാ ഫലവും ഇന്ന് രാവിലെയാണ് പോലീസിന് ലഭിച്ചത്. അത് അനുകൂല ഫലം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ DNA ഫലവും അനുകൂലമായതോടെ പ്രതി ഇയാളാണ് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു. ഇതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജിഷയുടെ അമ്മയെ ഈ ഫോട്ടോ കാണിക്കുകയുണ്ടായി. മാത്രമല്ല ഈ ചെരുപ്പ്, ജിഷയുടെ ഘാതകൻ ധരിച്ചിരുന്ന ചെരുപ്പ് വാങ്ങിയ കടക്കാരൻ്റെ മൊഴിയും, അത്തരത്തിലുള്ള മൊഴികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളായി പോലീസ് കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, ഇയാളെ ചോദ്യം ചെയ്തതിനിടയ്ക്ക് പല മൊഴികളിലും വൈരുദ്ധ്യം സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ജിഷയുടെ വീടിനടുത്തുള്ള കനാലിൽ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇയാൾ തന്നെ ഇത് മാറ്റി പറഞ്ഞു, ഇത് ഇരിങ്ങോൾക്കാവിലാണ് ഈ ആയുധം ഉപേക്ഷിച്ച് എന്ന് പറയുകയുണ്ടായി. അത്തരത്തിലുള്ള മൊഴിയിലെ വൈരുദ്ധ്യം പോലീസിനെ ഈ ആയുധം കണ്ടെടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതിൻ്റെ പരിശോധന തുടരുന്നു. ഏതായാലും ഘാതകൻ ആരാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണം ആയിട്ടുണ്ട്.
ഇനി അറസ്റ്റ് എന്നുള്ള കാര്യമാണ് അടുത്ത നടപടി. അതിനുള്ള ആലോചനാ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൗമ്യ. ഒപ്പം തന്നെ ഉമേഷ്, ഒരു ഭാഗത്ത് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയായാലും മുൻ ആഭ്യന്തരമന്ത്രിയായാലും ഒക്കെ തന്നെ പറയുകയുണ്ടായി ഈ സംഘത്തിന്റെ ഒരു വിജയമായി തന്നെ ഇതിനെ പരിഗണിക്കണമെന്ന തരത്തിൽ. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ എങ്ങും എത്താതെ പോയ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന യാതൊരു സൂചനകൾ പോലും ലഭിക്കാതെ ഇരുന്ന ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. ആദ്യം മുതൽക്കേ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒക്കെ അവിടുത്തെ സ്ഥലത്തെ ഒരു സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ സംശയങ്ങൾ ഈ പരിസരവാസികളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഒരിക്കൽ തോന്നുന്നു ഒരുപക്ഷെ പുതിയ അന്വേഷണ സംഘം വന്നതിന് ശേഷമാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക പോലും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു അലംഭാവം ആദ്യ സംഘത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടിയല്ലേ പുതിയ സംഘം വളരെ പെട്ടെന്നൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചപ്പോൾ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും പഴുതുകൾ അടച്ചുള്ള അന്വേഷണമായിരുന്നു പുതിയ അന്വേഷണ സംഘത്തിൻ്റെ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അയൽവാസികളുടെ മൊഴി വളരെ വിശദമായി പരിശോധിക്കുകയുണ്ടായി. ഇതിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയുണ്ടായി. അമ്മയുടെയും സഹോദരിയുടെയും മൊഴി പല തവണ രേഖപ്പെടുത്തുകയുണ്ടായി. ഇതുകൂടാതെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച വളരെ വിശദമായ അന്വേഷണവും പോലീസ് നടത്തി. അത്തരത്തിലാണ് കുറുപ്പമ്പടിയിലെ ഒരു വള്ളം ഡിപ്പോയിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത്. ഈ ദൃശ്യത്തിൽ മഞ്ഞ ഷർട്ട് ധരിച്ച ഒരാൾ ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. ഇതിനു മുൻപ് പരിസരവാസികൾ പലരും നൽകിയ മൊഴിയിലും ഈ മഞ്ഞ ഷർട്ട് ധരിച്ച ഒരാളുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി ഇയാളാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഏതാണ്ട് 90% ഉറപ്പ് ഉണ്ടായിരുന്നു. ഇത് പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വളരെ ശക്തമായിരുന്നു. ഏറ്റവും നിർണായകമായത് ഈ പോലീസ് മേധാവിയായ DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ സന്ദർശനം നടത്തുകയുണ്ടായി. ഈ സന്ദർശന സമയത്ത് ജിഷയുടെ വീടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെരുപ്പ് ലഭിക്കുകയുണ്ടായി. ഈ ചെരുപ്പ് പ്രതിയുടേതാണ് എന്ന സ്ഥിരീകരണം DGP ആണ് നടത്തിയത്. കാരണം ഈ ചെരുപ്പ് ഊരി വെച്ചായിരിക്കും ഈ പ്രതി കനാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പ് കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്തണമെന്ന DGP ആ സമയത്ത് തന്നെ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി. ഈ ചെരുപ്പ് വാങ്ങിയ കടക്കാരനിൽ നിന്ന് മൊഴി എടുത്തു. ഇത് മാത്രമല്ല, അതേസമയം ഇയാളുടെ സുഹൃത്തുക്കൾ ആയ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു. അതിൽ നിന്നെല്ലാം മിൻ അമറുകളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. പിന്നീട് ഇയാളുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിനിടയ്ക്ക് ഇയാൾ SIM കാർഡ് മാറ്റി എന്ന വിവരവും പോലീസിന് ലഭിച്ചു. എങ്കിൽ തന്നെയും പോലീസ് ഇത്തരത്തിൽ സൈബർ സെല്ലിൻ്റെയും മറ്റ് വിദഗ്ധരുടെയും എല്ലാം സഹായത്തോടെ വളരെ വിശദമായ അന്വേഷണത്തിനൊടുവിൽ 3 ദിവസം മുൻപ് പാലക്കാട് നിന്ന് ഇയാൾ പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയുമാണ് ഉണ്ടായത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസ് വലിയ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. കൊലയാളി പിടിയിലായി. DNA പരിശോധനാ ഫലവും അനുകൂലം ആണ്. ഇനി വൈകുന്നേരത്തോടുകൂടി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പോലീസ് അധികൃതർ സ്ഥിരീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിഷ വധക്കേസിൽ DNA പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് ADGP B സന്ധ്യ പറഞ്ഞു. റിസൾട്ട് പോസിറ്റീവ് ആണ്. താങ്ക് യു സോ മച്ച്. പ്രതി ഇവിടേക്ക് കൊണ്ടുവരുമോ മാഡം? പ്രസ് മീറ്റ് ഇവിടെ വെച്ചിട്ടായിരിക്കും മാഡം. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നത്. പോലീസിന്റെ തൊപ്പിയിലെ പൊൻതൂവൽ കൂടിയാണിത്. കൂടുതൽ വിവരങ്ങളും അധികം വൈകാതെ അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷക സംഘത്തിന് പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അദ്ദേഹത്തെ ആ പ്രതി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അധികം വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കാം. അത് തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിൻ്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുമെന്ന്
മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചുവെന്ന ആരോപണത്തിന് മറുപടിയാണിതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അന്വേഷണം ചിലപ്പോൾ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകും, ചിലപ്പോൾ വൈകും. പക്ഷേ കേരള പോലീസിന് സാമർഥ്യത്തോടെ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ജിഷ കൊലപാതകം നടന്നപ്പോൾ തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. ഏപ്രിൽ 28-നായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിനിലൂടെയാണ് ജിഷയുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുന്നിലെത്തിയത്. 1.5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ജിഷയുടെ കൊലപാതകി ആരെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഏപ്രിൽ 28-ന് വൈകിട്ട് 5-നും 5:45-നും ഇടയിലാണ് പെരുമ്പാവൂർ നഗരത്തിനടുത്ത രായമംഗലം പഞ്ചായത്തിൽ ഇരിങ്ങോൾ ഗ്രാമത്തിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ കൊല്ലപ്പെട്ടത്. അങ്ങനെയായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. പെരിയാർ ബണ്ട് കനാലിന്റെ തിണ്ടയിൽ പുറമ്പോക്ക് ഭൂമിയിൽ പണിത ഒരൊറ്റമുറി വീട്ടിലാണ് ജിഷയും അമ്മ രാജേശ്വരിയും കഴിഞ്ഞിരുന്നത്. ജോലിക്ക് പോയിരുന്ന രാജേശ്വരി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മകളുടെ അതിദാരുണമായ മൃതദേഹം കാണുന്നത്. എന്നാൽ ജിഷയുടെ മരണം സംബന്ധിച്ച് പോലീസ് പറയുന്ന സമയം പോലും ശരിയല്ലെന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ടിനെ നിരാകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏപ്രിൽ 27-ന് അർദ്ധരാത്രിക്ക് ശേഷമോ അല്ലെങ്കിൽ 28-ന് പുലർച്ചയ്ക്കോ ആയിരിക്കാം കൃത്യം നടന്നത് എന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം. തെളിവുകൾ കുറ്റകരമായി നശിപ്പിക്കപ്പെടുകയും മരണസമയം പോലും തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്താൽ കോടതിയിൽ കേസ് പരാജയപ്പെട്ടേക്കാം എന്നതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. മൃതദേഹം കത്തിച്ചു കളയുക വരെ ചെയ്തു. അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായ ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിൽ മാത്രം 13 കുത്തേറ്റു. വയറും ആന്തരികാവയവങ്ങളും തകർന്നു. പക്ഷെ കൊലപാതകം പലരും മൂടിവെക്കാൻ ശ്രമിച്ചതോടെ തകർന്നത് സത്യത്തിൽ കേരളത്തിന്റെ സാമൂഹിക മനസ്സായിരുന്നു. മെയ് 3-ന് പീപ്പിൾ ടിവി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടെയാണ് കേരളം ഒന്നടങ്കം ജിഷയുടെ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയത്. അതുവരെ ആരും ഈ കൊടുംക്രൂരത അറിഞ്ഞേയില്ല. പീപ്പിളിന്റെ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ കേരളത്തിന്റെ ഭരണകൂടം തന്നെ ആടിയുലഞ്ഞു. കൊലപാതക ദിവസത്തിന് ശേഷം കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യ അന്വേഷണങ്ങൾ. പെരുമ്പാവൂരിലെ ക്യാമ്പുകളിൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും പതിവ് പല്ലവികളായതല്ലാതെ പോലീസിന് ജിഷയുടെ കൊലയാളിയെക്കുറിച്ച് മാത്രം ഒരു തുമ്പും ലഭിച്ചില്ല. അന്വേഷണത്തിന്റെ പേരിൽ പെരുമ്പാവൂരിൽ പല അസംബന്ധ നാടകങ്ങൾ അരങ്ങേറി. കോൺഗ്രസിലെ ഒരു ഉന്നത നേതാവിന് വരെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ടായി. എന്നാൽ ജിഷാവധം കൂടി കാരണമായ ജനരോഷം കൊണ്ട് UDF സർക്കാർ നിലംപൊത്തിയതോടെ അധികാരത്തിലെത്തിയ LDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് തീരുമാനം തന്നെ ജിഷയുടെ നീതിക്കായുള്ള ഉറച്ച കാൽവെപ്പായിരുന്നു. ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത്. അങ്ങനെ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം പെരുമ്പാവൂർ ജിഷ വധക്കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. എറണാകുളം റൂറൽ SP PN ഉണ്ണിരാജൻ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ പോലീസ് നിര അന്വേഷണത്തെ നയിച്ചു. മെയ് 25-ന് പുതിയ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച് കൃത്യം 22 ദിവസം പിന്നിടുമ്പോഴാണ് കേരളം കാത്തിരുന്ന ആ വാർത്ത സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആശംസിച്ചതുപോലെ ഇത് അന്വേഷണ സംഘത്തിന്റെ തലയിലെ ഒരു പൊൻതൂവൽ തന്നെയാകുന്നു. ന്യൂസ് ഡെസ്ക്. ജിഷ കൊലപാതക കേസിൽ പ്രതിപിടിയിലാകുന്നത് സംസ്ഥാന പോലീസ് വകുപ്പിന് അഭിമാനമാകുന്നു. ആദ്യ അന്വേഷണ സംഘത്തെ ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകിയതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. തെളിവ് നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ആദ്യ അന്വേഷണ സംഘം ഒട്ടേറെ പഴികിട്ടിരുന്നു. ജിഷയുടെ കൊലപാതകം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് തെളിവ് നശിപ്പിച്ചുവെന്ന വിമർശനം ശക്തമായിരുന്നു. സംഭവസ്ഥലം സീൽ ചെയ്യാതിരുന്നതും ജിഷയുടെ മൃതദേഹം അനാവശ്യ തിടുക്കത്തോടെ രാത്രിയിൽ ദഹിപ്പിച്ചതും വിമർശനങ്ങളെ സാധൂകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും സംഭവസ്ഥലം ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദർശിച്ചത്. പുതിയ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ADGP പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകി. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എറണാകുളം റൂറൽ SP യതീഷ് ചന്ദ്രയെയും ഒഴിവാക്കി. പകരം ക്രൈംബ്രാഞ്ചിൽ കേസന്വേഷണത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച SP VN ഉണ്ണിരാജയെയും മധുവിനെയും ഉൾപ്പെടുത്തി. കേസന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവുകൾ ഇതോടെ ഉണ്ടായി. സമീപത്തെ കടയിൽ നിന്ന് കൊലയാളിയുടെ ദൃശ്യങ്ങൾ,
വീട്ടിൽ നിന്ന് കിട്ടിയ ചെരുപ്പ്, DNA പരിശോധനയിലെ വ്യക്തത തുടങ്ങിയ തെളിവുകൾ പ്രതിയിലേക്ക് വെളിച്ചം വീശി. ആദ്യ അന്വേഷണ സംഘം വരുത്തിയ ഗുരുതര കൃത്യവിലോപത്തിന് പഴികേട്ട കേരള പോലീസിന് ഇത് തൊപ്പിയിലെ പൊൻതൂവൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിയെ ഇപ്പോൾ തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കുകയാണ്. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, സൗമ്യ, ഈ ജിഷ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള മിൻ അമറോളിനെ തിരിച്ചറിയൽ പരേഡിന് വിധേയനാക്കാനാണ് ഇപ്പോഴത്തെ ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ തീരുമാനമായി വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ്, കൊച്ചിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നത്. അതിനുശേഷം ഉദ്യോഗസ്ഥരെല്ലാം ആലുവയിലെ പോലീസ് ക്ലബ്ബിലെത്തിയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളും അവലോകനവും നടത്തി അത് DGPക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. DGP ഇപ്പോഴും മുംബൈ തന്നെയാണുള്ളത്. ഇന്ന് വരില്ല എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നാളെ എത്തുകയുള്ളൂ എന്ന് പറയുന്നു. ഇന്ന് ഈ പറഞ്ഞ മൊഴി നൽകിയവരെയൊക്കെ ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഈ തെളിവ്, അതായത് ഈ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിയെ കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാലും അത് മുഖം മറച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എടുത്തിരിക്കുന്നത്. കാരണം അത്തരത്തിൽ പോകേണ്ടതുണ്ട്. കാരണം പ്രതിയെ മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുഖംമൂടി തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ, അതായത് പെരുമ്പാവൂരിൽ ഈ ജിഷ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ, ഇയാളെ ഈ ആസാം സ്വദേശിയെ കണ്ടുവെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം അതോടൊപ്പം തന്നെ അവിടുത്തെ കുറുപ്പുംപടിയിലെ കടയുടമ, അതുപോലെ തന്നെ ഈ പരിസര പ്രദേശത്തുള്ള 2 പേർ മൊഴി നൽകിയിരുന്നു. ഇവരെയൊക്കെ തിരിച്ചറിയൽ പരേഡിന് വേണ്ടി ഈ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് അന്വേഷണ സംഘത്തിലെ 2 SP-മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ കേന്ദ്രത്തിലെത്തി ഇയാളെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. അതിനുശേഷം മാത്രമേ ഏതായാലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വാർത്താ സമ്മേളനം നടത്താൻ്റെതുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. DGPയും ഇക്കാര്യം തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും DGP വന്നതിന് ശേഷം മാത്രം പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ യോഗവും നിൽക്കുന്നത്. അഥവാ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ കോടതിയിൽ ഈ തെളിവുകൾ ഹാജരാക്കിയ ശേഷം പിന്നീട് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ആശയവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള യോഗം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകില്ല. ഇനി ഇതിനകത്തിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ഥിരീകരിക്കാനുള്ളത്? മൊഴി തന്നവരുടെ പറഞ്ഞത് പ്രകാരമുള്ള വ്യക്തി തന്നെയാണോ എന്നുള്ളൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇനി തിരിച്ചറിയൽ പരേഡുകൾ അടക്കം നടത്തുന്നത്? സൗമ്യ, ഇതിനകത്ത് തിരിച്ചറിയൽ പരേഡിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്, നേരത്തെ കുറ്റസമ്മതം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഏതെങ്ങനെയൊക്കെയാണ് താൻ ഈ പ്രവൃത്തി ചെയ്ത് ഈ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ADGP സന്ധ്യയും മറ്റ് 2 SP-മാരും കൂടെ ചേർന്ന്, നേരത്തെ ചോദിച്ച SP-മാരല്ല, മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിലുള്ള മറ്റ് 2 പേരും ചേർന്നാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. അതും വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്, അതായത് കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഈ സ്ഥലം, ഒളിപ്പിച്ച സ്ഥലം മാറ്റി പറഞ്ഞു എന്നുള്ള തരത്തിലേക്കാണ്. അപ്പോൾ ആ സ്ഥലത്ത് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെ കണ്ടു എന്നും ഇവർ ജിഷയും ഒരുമിച്ച് ബൈക്കിൽ പോയി എന്നുള്ള തരത്തിലുള്ള മൊഴികൾ നേരത്തെ തന്നെ പോലീസിൻ്റെ അന്വേഷണ ഭാഗത്ത് വന്നിരുന്നു. ഇവരെ കൊണ്ടുവന്ന് ഈ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രതിയാണോ അന്ന് ജിഷയോടൊപ്പം വന്നത് എന്നുള്ള സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടെ കിട്ടിയ ശേഷം മാത്രമേ മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലോട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടി പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യൽ വളരെ രഹസ്യമായ കേന്ദ്രത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മിൻ അബറുലിനെ പുറത്ത് കാണിക്കേണ്ടതില്ല, അയാളുടെ രൂപം എങ്ങനെയാണെന്ന് കാണിക്കേണ്ടതില്ല. ആരെങ്കിലും ഇതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം 4 പേരെയും കൂടെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ തെളിവ് നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിന് പ്രേരണ നൽകാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് വളരെ വിവാദമായിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ
എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയായിരിക്കണം ഈ ആയുധം കണ്ടെത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ തെളിവുകളുടെയൊക്കെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയത് മിൻ അമറുൾ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ചിലപ്പോൾ ADGP സന്ധ്യ മാധ്യമപ്രവർത്തകരോട് ഇനി ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. ഈ യോഗത്തിൽ കഴിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പ്രതികരണം നടത്താനും നടത്താതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞത് ആയുധം കനാലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. ഇപ്പോൾ അത് പിന്നീട് പറഞ്ഞപ്പോൾ അത് തൊട്ടടുത്തുള്ള ഒരു കാവിലേക്ക് വലിച്ചെറിഞ്ഞു, വളരെ കുറച്ച് ദൂരമാണ് ഇതിലുള്ളത്, കാവിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളൊരു പ്രതികരണം നടത്തിയിരുന്നു. നേരത്തെ ഫോട്ടോ കൊണ്ടുവന്ന്, അതായത് ഈ അമറുളിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് ജിഷയുടെ അമ്മ ആശുപത്രിയിൽ കാണിക്കുകയും ജിഷയുടെ സഹോദരിയും കാണിക്കുകയും ചെയ്തിരുന്നു. ജിഷയുടെ അമ്മ ഫോട്ടോ തിരിച്ചറിഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ ഇതിനു വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ വ്യക്തതയ്ക്കും പോലീസിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി, കുറച്ചുകൂടെ ആ തെളിവുകൾ ദൃഢമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയെ ഈ തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർമാരുമായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. യോഗം ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ക്ലബിൽ, പോലീസ് ക്ലബിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സുനിൽ മനൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിയെ ഇപ്പോൾ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് അന്വേഷണ സംഘം അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ്. തൻ്റെ സഹോദരിയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് ദീപ പ്രതികരിച്ചു. പോലീസ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. പിന്നെ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അമ്മയുടെ അടുത്താണ്. നിങ്ങൾ ആദ്യം പറയേണ്ടത് എൻ്റെ അടുത്തല്ല, എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയണം. അപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമുള്ളൂ. കാരണം ഞങ്ങൾ ഇത്ര ദിവസം വേദനിച്ചതിൻ്റെ വിഷമിച്ചതിൻ്റെ ഫലം ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി ബാക്കിയെല്ലാം നിയമത്തിന് മുൻപിലാണ്. ഒമാനിൽ കവർച്ചക്കാർ തട്ടിക്കൊണ്ടുപോയതെന്ന് കരുതുന്ന കോട്ടയം സ്വദേശി ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഒമാൻ സ്വദേശികൾ ഒമാൻ പോലീസിന്റെ പിടിയിലായി. ഇബ്രി താനം റൂട്ടിൽ മസ്റൂഖിക്ക് അടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇബ്രി ബുറായ്മി റോഡിൽ സുനിന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ സ്റ്റേഷനിലെ മാനേജറായ ജോൺ ഫിലിപ്പിനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കാണാതായത്. മരിച്ചത് ജോൺ ഫിലിപ്പാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കൈക്കൂലി വാങ്ങുന്നതിനിടെ വാണിജ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. വയനാട് കൽപ്പറ്റ വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് മാനേജർ ബി പ്രതാപനെയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പി കെ മാർക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അറസ്റ്റ്. മുൻകൂർ നികുതി പണം നൽകിയത് തിരികെ നൽകാൻ 40,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന പെണങ്ങോട് സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. തുക വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. തൃശൂർ മൈലിപ്പാടത്ത് ദമ്പതികളെ ആക്രമിച്ച യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമം. 2 പേർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. മൈലിപ്പാടം സ്വദേശികളായ ഡേവിഡ്, ബേബി എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മൈലിപ്പാടത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ദമ്പതികൾക്ക് നേരെ അക്രമം ഉണ്ടായത്. ആളൊഴിഞ്ഞ വഴിയിൽ പതിയിരുന്ന 2 അംഗ സംഘം ഭർത്താവിനെ മർദ്ദിച്ച ശേഷം യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി അക്രമികളെ പിടികൂടി. മൈലിപ്പാടം സ്വദേശി ഡേവിസ്, ലാലൂർ സ്വദേശി ബാബു എന്നിവരാണ് പിടിയിലായത്. ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ മാരകമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ വൈഫിന്റെ അടുത്ത് കുഞ്ഞുണ്ടായിരുന്നു. ഈ കുഞ്ഞ് നിലത്ത് വീണ തുടങ്ങുമ്പോൾ ഞാൻ കുഞ്ഞിനെടുത്തപ്പോൾ വീണ്ടും ഭാര്യനെ 2 പേരും കൂടി ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ലൈംഗികമായ രീതിയിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബഹളം വെച്ചപ്പോ എന്റെ ചേച്ചി താമസിക്കുന്ന റൂമിലുള്ള അവരുടെ കൂട്ടുകാരും അമ്മയും എല്ലാവരും കൂടി ഓടിക്കൂടാണ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു ബ്യൂറോ, തൃശൂർ. കൊല്ലം കളക്ടറേറ്റിലെ ബോംബ് സ്ഫോടന കേസിൽ UIPയെ ചുമത്തും. NIA സംഘം സ്ഥലം പരിശോധിച്ച തെളിവുകൾ ശേഖരിച്ചു. തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ബോംബ് സ്ക്വാഡും കൊല്ലത്തെത്തും. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. കൊല്ലം കളക്ടറേറ്റിലെ ബോംബ് സ്ഫോടന കേസിൽ UAPയെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം ശക്തിപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. കൃത്യത്തിൽ പങ്കുണ്ടോ എന്നറിയാൻ 8 സംഘടനകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. 10ഓളം പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തര വിഭാഗം IG ദേവകുമാർ ഉപാധ്യായ കൊല്ലത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി.
No, that we have just seen it, and then whatever is to be done, we will do. No, I will not comment on it. The investigations are going on, and the that investigation has to go in multi-dimensional, and we will be exploring on that. No, that we will say no. I don't want to. We are trying to verify all the things. No, please. തമിഴ്നാട്ടിലെ പ്രത്യേക പോലീസ് സംഘവും കൊല്ലത്തെത്തി തെളിവുകൾ ശേഖരിക്കും. കൊല്ലത്തെ സ്ഫോടനത്തിന് സമാന സംഭവം തമിഴ്നാട്ടിന് മുമ്പ് നടന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം എത്തുന്നത്. അതേസമയം ബോംബ് സ്ഥാപിച്ച വ്യക്തിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിനായി കൂടുതൽ പേരുകളിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയ സംഘത്തിൽപ്പെട്ട 2 RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു, പട്ടാമ്പി വാടാനംകുറിശി സ്വദേശി സുമേഷ് എന്നിവർ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. രാവിലെയാണ് RSS പ്രവർത്തകരായ 2 പേരും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി CIമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് കീഴടങ്ങൽ. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തതോടെ അക്രമികൾ ഒളിവിലായിരുന്നു. RSS പ്രചാരകനായ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു 2 വർഷമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാൾ ഞാറക്കലിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിലും വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസിലും പ്രതിയാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കൊലവിളി നടത്തിയ ശേഷം വിഷ്ണുവിനൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടയാളാണ് പട്ടാമ്പി വാടാനംകുറിശി സ്വദേശി മൂനു എന്ന സുമേഷ്. ഇയാളും നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഒറ്റപ്പാലം പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ചെർപ്പളശ്ശേരി നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെയും പോലീസ് തിരയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാമോലിൻ കേസിന്റെ വിചാരണ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവ്. ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. മുൻ ചീഫ് സെക്രട്ടറി PJ തോമസിന്റെ ഹർജിയിലാണ് ഉത്തരവ്. പട്ടിണിയില്ലാത്ത പൂഞ്ഞാറിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് PC ജോർജ് MLA. പൂഞ്ഞാറിനെ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കും. മാലിന്യ സംസ്കരണത്തിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കി. പൂഞ്ഞാറിൽ മുന്നണികളെ നിഷ്പ്രഭമാക്കിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PC ജോർജ് മിന്നുന്ന ജയത്തോടെ നിയമസഭയിലെത്തിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ കൈപിടിച്ചുയർത്തിയ പൂഞ്ഞാറിന്റെ സമഗ്ര വികസനമാണ് ജോർജിന്റെ ലക്ഷ്യം. പട്ടിണിയില്ലാത്ത പൂഞ്ഞാർ എന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്നും PC ജോർജ് പറഞ്ഞു. പട്ടിണിയുള്ള ഒരാൾ പോലും, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വലയുന്ന ഒരാൾ പോലും എൻ്റെ കുടുംബത്തിൽ, പൂഞ്ഞാർ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. 5 കൊല്ലത്തെ പ്രവർത്തനം അതിനുവേണ്ടിയാണ്. അതുപോലെ കുടിവെള്ളം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും ഭവനം, സ്വന്തം ഭവനമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തൊഴിലവസരങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പട്ടിണിയില്ലാത്ത പൂഞ്ഞാറിനെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ വ്യാപൃതനാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായുള്ള പദ്ധതികൾ തുടരും. ടൂറിസം വികസനത്തിന് പ്രാധാന്യം നൽകും. വാഗമൺ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മേഖല മുഴുവൻ പൂഞ്ഞാറാണ്. പൂഞ്ഞാർ തീക്കുഴി പഞ്ചായത്തിലും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലും കൂട്ടിക്ക പഞ്ചായത്തിലും എരുമേലി പഞ്ചായത്തിലും എന്തിന് കോരുത്തോടും മുണ്ടക്കൈ എല്ലാ പഞ്ചായത്തുകളിലും സത്യത്തിൽ ടൂറിസം പ്രാധാന്യമുള്ള മേഖലകളുണ്ട്. തെടനാട് പഞ്ചായത്ത് പോലും ഉണ്ട്, പൂഞ്ഞാർ പഞ്ചായത്ത് പോലും ഉണ്ട്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള പദ്ധതികൾ കാര്യക്ഷമമായി മണ്ഡലത്തിൽ നടപ്പാക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ടെലിവിഷൻ ഫെഡറേഷൻ കൊച്ചിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിതനായ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിനെ യോഗം ആദരിച്ചു. KTF പ്രസിഡന്റും ഏഷ്യാനെറ്റ് MDയുമായ K. മാധവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു.